ഷാഹിർ എന്നാണ്, സ്വദേശം പൂനൂരിലാണ്. എനിക്ക് പുതിയ ആളുകളോടാണ് പറയാനുള്ളത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എനിക്കിതിൽ വിജയിക്കാൻ പറ്റുകയാണെങ്കിൽ എല്ലാ ആളുകൾക്കും വിജയിക്കാൻ പറ്റും. ഞാൻ ഈ ബിസിനസ്സിൽ വരുന്ന സമയത്ത് ഇന്ന് ഗോൾഡിൻ്റെ വില നോക്കി പറയുകയാണെങ്കിൽ 90 ലക്ഷം രൂപ കട. ഈ കട ഇങ്ങനെ കൂടി വരും, പൈസ കൊടുക്കാണ്ടാകുമ്പോൾ കടം കൂടി വരും. പൊന്നിന് വില കൂടിയാൽ കടവും കൂടിയല്ലോ. അപ്പോൾ എൻ്റെ ഭാര്യ ഇങ്ങനെ പറയും, ഇപ്പം നിങ്ങൾ ആ ഗോൾഡ് തരുന്നു എന്നാ ചോദിക്കില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ് അന്നത്തെ പൈസ തന്നാൽ പോരെ, ഇപ്പോഴത്തെ പൈസ തരുമെന്ന് പറഞ്ഞു. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നേരം വെളുക്കരുതേ എന്ന് വിചാരിച്ച ഒരാളാണ് ഞാൻ. നേരം വെളുത്താൽ എൻ്റെ വീട്ടിലേക്ക് ഇഷ്ടം പോലെ പണം കൊടുക്കാനുള്ള ആളുകൾ തിരഞ്ഞു വരാറുണ്ട്. ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, നമ്മളൊക്കെ കടം, ഇവിടെ കടബാധ്യതയുള്ള ഇഷ്ടംപോലെ ആളുകളുണ്ടാവും. നമ്മളൊക്കെ അലട്ടുന്ന കടം എന്ന് പറഞ്ഞാൽ ശരിക്ക് 2 ലക്ഷം. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഉപ്പ 35,000 രൂപ മകളെ കെട്ടിച്ച് കടമായിട്ട് വീട് വിറ്റിട്ടുണ്ട്. 35,000 രൂപ. അപ്പോൾ ഞാനിങ്ങനെ മനസ്സിലാക്കിയിട്ട് 35,000 രൂപ ഒരു കടം വന്നിട്ട് വീട് വിറ്റത് അന്നത്തെ കാലത്ത് നടക്കൂല. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇവിടെ 2 ലക്ഷം കടമുള്ള ആളുകൾക്ക് ശരിക്ക് ഒറ്റ ആഴ്ചത്തെ മൈലൈഫിൻ്റെ വരുമാനം മതി. നമ്മൾ ഒരു 2 ലക്ഷം കടത്തിന് വേണ്ടിയിട്ട് ചിലപ്പം 10-20 വർഷം നമ്മൾ എന്ത് ചെയ്യാം, സ്ട്രഗിൾ ചെയ്യാം. ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ പഠിക്കാനും പ്രവർത്തിക്കാനും തയ്യാറുണ്ടെങ്കിൽ നമ്മുടെ ഈ ചെറിയ കടം ഒറ്റ ആഴ്ചക്ക് കിട്ടാൻ പറ്റും. ഇപ്പൊ റമീസ് സാർ പറഞ്ഞു, പല ആളുകൾ ഗൾഫിലേക്ക് പോകാറുണ്ട്. ഗൾഫിലേക്ക് പോകുന്നത് എന്തിനാ? അവിടെ പോയാലും നമ്മൾ ചെയ്യേണ്ട ജോലി തന്നെ എന്താണോ നമ്മൾ ചെയ്യുന്നത് അത് അവിടെ പോയി ചെയ്യണം. എന്തിനാ അങ്ങോട്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ കിട്ടുന്ന 10 രൂപക്ക് അവിടെ 100 രൂപ കിട്ടും. അത്ര മാറ്റം, കുറച്ച് അധികം വരുമാനം കിട്ടുമെന്നുള്ളത്. പക്ഷെ മൈലേജ് മാർക്കറ്റിംഗ് നിങ്ങൾ ഇവിടെ തന്നെ ചെയ്താൽ വാങ്ങുന്ന സമയത്തും കിട്ടും, വിൽക്കുന്ന സമയത്തും കിട്ടും. ആ 2 ഗുണമുണ്ട്. അതുകൊണ്ട് 2 വരുമാനം ഉണ്ടാക്കാൻ പറ്റും. ഡിയർ ഫ്രണ്ട്സ്, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ഒരു അവസരം നിങ്ങൾ കേൾക്കണം. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ പുതിയ കുറെ ആളുകൾ ചെയ്യേണ്ടത് വളരെ സിമ്പിളാണ്. നമ്മുടെ വീട്ടിലേക്ക് എന്തൊക്കെയോ ഉൽപ്പന്നങ്ങൾ നമ്മൾ വാങ്ങാറുണ്ട്, എല്ലാവരും വാങ്ങുന്ന ഉൽപ്പന്നങ്ങൾ. ആ ഉൽപ്പന്നങ്ങളുടെ ബ്രാൻഡ് ഒന്ന് മാറ്റി, ആ കട ഒന്ന് മാറ്റി നിങ്ങൾ ഇവിടെ നിന്ന് വാങ്ങിച്ചാൽ മതി. വേറെ ഒന്നുമില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യുന്ന ഒരു ടോയ്ലറ്റ് ക്ലീനർ ആണ്, കോമൺ ആയിട്ട് പരസ്യമുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ആർപിക്. ഇന്ന് മാർക്കറ്റ് വില 116 രൂപ അതിന്റെ വില. അത് 100% ഹൈജീനിക് അല്ല. 2 ടൈപ്പ് ഉണ്ട്, എയറോബിക്കും അൺഎയറോബിക്കും എന്ന് പറഞ്ഞ ഒരു ടോയ്ലറ്റ് ക്ലീനർ ഉണ്ട്. നമ്മൾ മാർക്കറ്റ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ട്, അതിന്റെ MI ഹോം എന്നതിന്റെ വില. അത് നിങ്ങളുടെ പേരും അഡ്രസ്സും ഡീറ്റെയിലും കൊടുത്താൽ നിങ്ങൾ 116 രൂപക്ക് വാങ്ങേണ്ട സ്ഥലത്ത് ആ ഉൽപ്പന്നം നിങ്ങൾക്ക് 83 രൂപ കിട്ടും. അപ്പൊ എന്തായാലും നമുക്ക് വില കുറച്ച് കിട്ടിയല്ലോ. ഈ വില കുറച്ച് കിട്ടിയ സാധനം നമ്മൾ ഉപയോഗിച്ച് നല്ലതാണെങ്കിലോ നമുക്ക് മറ്റുള്ളവർക്ക് വിൽക്കാം. ആ സമയത്തും നമുക്ക് വരുമാനം കിട്ടും. വളരെ സിമ്പിളാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ഉൽപ്പന്നങ്ങൾ, ഇഷ്ടംപോലെ ഉൽപ്പന്നങ്ങൾ വാങ്ങാറുണ്ട്. ആ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന സമയത്ത് കമ്പനി നിങ്ങൾക്ക് വിൽക്കാനുള്ള ലൈസൻസും കൂടെ തരും. ഇപ്പൊ 2 ഗുണം, വാങ്ങുന്ന ആളുകൾക്ക് വിൽക്കാനുള്ള ലൈസൻസും കൂടെ തരുന്ന സമയത്ത് നമുക്ക് വാങ്ങുകയും ചെയ്യാം, വിറ്റിട്ടും വരുമാനം ഉണ്ടാക്കാം. പല ആളുകളും പറയും, സാറേ ഞങ്ങൾക്ക് വിറ്റ് പരിചയമില്ല. വേണ്ട, നമ്മളെ പോലെ വില കുറച്ച് വാങ്ങാൻ പറ്റി കുറെ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലോ. നമുക്ക് 183 രൂപ ടോയ്ലറ്റ് ക്ലീനർ കിട്ടി, നമ്മളെ ബന്ധുക്കൾ, ഒരു സുഹൃത്തുണ്ട്, അവർക്കും ഇത് വില കുറച്ച് കിട്ടട്ടെ. അങ്ങനെ ഒരു മനസ്സിലൊരു തീരുമാനം എടുത്ത് നിങ്ങൾ അവർക്ക് കൊടുത്താലും അവര് വാങ്ങിച്ചാലും നിങ്ങൾക്ക് കമ്മീഷൻ തരും. ഇതാണ് ഇതിന്റെ ഒരു ഗുണം. പല ആളുകളും ഇവിടേക്ക് നിങ്ങളെ എത്രയോ കാലം പഠിച്ചിട്ട് അങ്ങനെയുണ്ട്. ഞാൻ എന്നേക്കാ മൈലേജ് മാർക്കറ്റിംഗ് ഒരു ബിസിനസിന്റെ ഒരു പ്ലാൻ കേൾക്കാൻ വേണ്ടിയിട്ട് സത്യം പറയാം 1 വർഷം എന്നെ വിളിച്ചിട്ട്, എന്നെ ഞാൻ എൻ്റെ മകനെ പറ്റി പറയുന്നുണ്ട്. സ്കൂളിലേക്ക് അവൻ പോകാൻ എന്തുകൊണ്ടാന്ന് വെച്ചാൽ, 1 വീട്ടിൽ നിന്ന് എൻ്റെ ഭാര്യ ഇങ്ങനെ തള്ളും, 2 ടീച്ചർ അങ്ങോട്ട് വലിക്കുകയും ചെയ്യും. 2 കാരണമുണ്ട്. ഇത് ടീച്ചർ വിളിച്ചാലേ അവൻ പോവും, പിന്നെ വീട്ടിൽ നിന്ന്. ഇത് 2 കാരണം കൊണ്ടാണ്. ഇവിടെ ഇതുപോലെ തന്നെ ബെല്ലി സാർ ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കും, ബിജു സാറെ പിന്നിന്ന് തള്ളു. അങ്ങനെ പോയത്. എനിക്ക് നിങ്ങളോട് പറയാൻ, ഇവിടെയും വന്ന കുറെ ആളുകൾ കുറേ കാലം പറഞ്ഞു എന്തായാലും പണ്ടായെടുക്കാം, ഒന്ന് കേട്ടു വെക്കാം. അങ്ങനെ തള്ളിക്കൊണ്ടുപോകുന്ന ആളുകൾ ഇവിടെ ഉണ്ട്. എനിക്ക് നിങ്ങളോട് പറയാൻ, നിങ്ങൾ ഈ മീറ്റിംഗ് കയറാൻ വന്ന സമയത്ത് നിങ്ങളോട് ആരോടും ഒരു പൈസ വാങ്ങിച്ചിട്ട് 30 രൂപ. അത് എന്തിനാണോ? ഈ ഹോളിന്റെ റെന്റാ. എന്നിട്ട് നിങ്ങളോട് പറയുന്നത് കേട്ട സമയത്ത് ഇവിടെ നേരത്തെ പ്ലാൻ പ്രസന്റ് ചെയ്തപ്പോൾ നിങ്ങൾ ആരോ ചോദിച്ചു, ഇല്ല, നിങ്ങളുടെ പേരും നിങ്ങളുടെ അഡ്രസ്സും നിങ്ങളുടെ മൊബൈൽ നമ്പറും അത് മാത്രമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റും കൂടെ, നിങ്ങൾ ആരാണ് നോമിനിയോട് കൊടുക്കാൻ പറയുന്നത്. എന്തിനാണോ? നമ്മൾ ചെയ്യുന്ന ബിസിനസ് നമ്മൾ നാളെ ചെയ്തു, നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു വരെ നമുക്ക് കിട്ടുന്ന വരുമാനം നമ്മളെ നോമിനിക്കും കൊടുക്കും. ഇത്ര നല്ല ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾ ചെറിയ സമയം കൊണ്ട് കേട്ടത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, കേട്ടത് നമ്മൾ ഓരോരുത്തരാണ്. നമ്മുടെ ജീവിതത്തിൽ മാറ്റിമറിക്കാൻ ഞാൻ എപ്പോഴും പറയും, ഞാൻ എപ്പോഴും പറയും, ഞാൻ ചെയ്യാത്ത ബിസിനസ് ഒന്നുമില്ല. ഇന്ന്
എന്റെ നാട്ടിൽ കിട്ടാൻ പറഞ്ഞ എല്ലാ ബിസിനസ്സും എല്ലാ തൊഴിലും ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നും ഞാൻ രക്ഷപ്പെട്ടില്ല, ജീവിച്ചു പോയിട്ടുണ്ട്. അന്നന്ന് ഭക്ഷണം കഴിക്കാൻ കിട്ടിയിട്ട് എന്റെ ചെറിയ ചെലവൊക്കെ കണ്ടു, പക്ഷെ ജീവിതത്തിൽ രക്ഷപ്പെട്ടില്ല. സത്യത്തിൽ ഈ ഒരു അവസരം ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു കാര്യം, വലിയ കടബാധ്യത വന്ന സമയത്ത് നേരം വെളുക്കരുതേ എന്ന് വിചാരിച്ച സംഭവം, സത്യം പറയാണ്, എന്നെ ബെല്ലിസാർ മൈലേശ്വർ മാർക്കറ്റ് എന്ന കമ്പനിയിൽ കൊണ്ടുവച്ചില്ലായിരുന്നെങ്കിൽ സത്യത്തിൽ ഷായർ എന്ന വ്യക്തി നിങ്ങൾക്ക് കാണാനുണ്ടാവില്ലായിരുന്നു. ഫ്രണ്ട്സ്, ഇത്ര സ്ട്രഗിൾ ജീവിതത്തിൽ അനുഭവിച്ച ആളാ. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, സൂപ്പർ ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾ കേട്ടത്. ഒരു നഷ്ടവും ഇല്ല. നമ്മൾ മുടക്കുന്ന പൈസക്ക് മൂല്യമുള്ള ഉൽപ്പന്നങ്ങൾ, ഇത് വാങ്ങി വിറ്റ മാന്യമായ ലാഭം, ഇത് നമ്മുടെ കൂടെ വന്ന ആളുകൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവർക്കും വില കുറച്ച് കിട്ടാനും അവർക്ക് വാങ്ങി വിൽക്കാനുള്ള അവസരം, അവരെ വാങ്ങുകയും അവരെ വിൽക്കുകയും അവരെ സഹായിക്കുകയും ചെയ്യുമ്പോൾ അതോടൊപ്പം നമുക്കും വരുമാനം. ഇങ്ങനെ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി ലോകത്ത് എവിടെയുള്ളത്? ഇത്ര മനോഹരമായ ഓപ്പർച്യൂണിറ്റിയാണ്. അതുകൊണ്ട് നിങ്ങൾ കേട്ടത്, പല ആളുകൾക്ക് ഒരു വാക്സിനേഷൻ കൂടി തരാം. എന്താ സംഭവിച്ചാൽ, ഇത് നമ്മൾ ആവേശം കൊണ്ട് കേട്ട്, ഞാനും കേട്ട ആളാ. ഇത് തുടക്ക സമയത്ത് എനിക്ക് വലിയ കടബാധ്യത ഉണ്ട്. ഇത് കേട്ട സമയത്ത് 2,10,000 കിട്ടുമെന്ന് കണ്ട് നേരത്തെ ഒരു 7 മണിക്കാണ് കോഴിക്കോട് വീട്ടിലേക്ക് പോയത്. ഏകദേശം 8-9 മണിയാകുമ്പോൾ വീട്ടിലെത്തി. വീട്ടിൽ കിടന്നുറങ്ങിയ സമയത്ത് സത്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് കിടക്കുമ്പോൾ 2,10,000 നാളെ കിട്ടല്ലോ, 2,10,000 അടുത്ത ആഴ്ച കിട്ടില്ല. ഞാൻ ചിന്തിച്ചു ഇത് കിട്ടുമെന്ന് വിചാരിച്ച് ഉറങ്ങിയില്ല. സത്യം പറയാം, കടലിലോനായി ഇതിന്റെ വിവരം അറിയൂ. ഇങ്ങനെ ഉറങ്ങാൻ പറ്റാണ്ടായ സമയത്ത് ഞാനിങ്ങനെ രാവിലെ ആലോചിച്ച് ആരോടാ പഠിച്ചോ ഇത് പറയാം. അപ്പൊ ഞാനിങ്ങനെ കണ്ട ഒരാൾ, എന്റെ നാട്ടിലൊരു മാഷുണ്ട്, ആളോട് പോയിട്ട് ഞാൻ ഇതൊന്ന് പറഞ്ഞാലോ എന്ന് മനസ്സിൽ ഇങ്ങനെ വിചാരിച്ച് നിൽക്കുന്ന സമയത്താണ് ബിജു സാർ എന്റെ വീട്ടിലേക്ക് വന്നത്. അതല്ലായിരുന്നെങ്കിൽ പണ്ട് മാഷോട് ഞാൻ ചോദിച്ച സമയത്ത്, മാഷ് പണ്ട് എന്തോ മണിച്ചേരി കൂടി പൈസ പോയ ആളാണ്. അയാളോട് എങ്ങാനും ഞാൻ സംശയം ചോദിച്ചു ഉറപ്പായിട്ടൊന്നും ഞാൻ വൈലൈഫ് ചെയ്യൂല. എനിക്ക് നിങ്ങളോട് പറയാം, നമ്മളെന്താ ആവേശത്തിൽ പോയി ചോദിക്കും, സാറേ ഞാൻ അടിപൊളി അവസരം കേട്ടു, സൂപ്പർ 2,10,000 കിട്ടുമെന്നാണ്. അപ്പൊ നിങ്ങൾ ഒരു കരിച്ചാളൂ. ഇവിടെ മണീച്ചയിലാണ് ബിജു കുറെ ആളെ പൈസ പോയ സാധനം അതാ. ഏത് കണ്ട 500 കള്ള നോട്ടും 500 നല്ല നോട്ടും ഒരുപോലെ ഇരിക്കും. ഈ മൂല്യം വ്യാജന ഉണ്ടാവും. അതുകൊണ്ട് ഇതിന് വ്യാജനുണ്ട്, നിങ്ങൾ മനസ്സിലാക്കണം. മണീച്ചെയിൻ പോലത്തെ കുറെ കമ്പനികൾ നാട്ടിൽ വന്നപ്പോൾ അതുപോലെ തന്നെയാണ്. ഇതൊന്ന് വിചാരിക്കേണ്ട. ഇവിടെ നിങ്ങൾ ഒരു പൈസയും കൊടുക്കണ്ട, നിങ്ങൾക്ക് ആവശ്യമില്ല. ഇവിടെ ഒരുപാട് വെൽനസ് ഉൽപ്പന്നങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കേണ്ട കവചപ്രാശവും വെൽഹാർട്ടും ബ്ലഡ് പ്യൂരിഫയറും ഫീലിംഗോ, ലേഡീസ് പൊതുവെ ഉപയോഗിക്കേണ്ട സാധനം ഫീലിംഗ്. രക്തക്കുറവിൽ ഇഷ്ടം പോലെ ആളുണ്ട്. നിങ്ങൾക്ക് കാല് കടിച്ചിൽ ഇഷ്ടം പോലെ ആള് എനിക്കറിയാം. അവരെ കണ്ണ് കണ്ടാതെ കാലിന് കടിച്ചിലും തരിപ്പുണ്ട്, ബ്ലഡ് കുറവുണ്ട്. അത് നിങ്ങൾക്കറിയാം ആരാന്ന്. ഇത് വാങ്ങണ്ടേ? ഇത് വാങ്ങാൻ നിങ്ങൾ ID കൊടുത്താൽ മതി. ഇത് വാങ്ങാം, നിങ്ങൾ ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഒരു ഉന്മേഷം കിട്ടിയാൽ നിങ്ങളെ സുഹൃത്ത് വാങ്ങിച്ചോളൂ, നിങ്ങൾ ഉപയോഗിച്ചാൽ മതി. അപ്പൊ പേസ്റ്റും സോപ്പും ഹെയറും ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന. അപ്പോ നിങ്ങളൊക്കെ ഇത് ഉപയോഗിക്കാനും ഇതിലൂടെ വലിയ വരുമാനം ഉണ്ടാക്കാനും റെഡിയാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളെ വിജയിപ്പിക്കാനും നിങ്ങളെ കൂടെ ഒരു കൈവെക്കാൻ ലീഡേഴ്സ് റെഡിയാണ്. കൈ ഇങ്ങനെ വെച്ചാൽ സൗണ്ട് ഇല്ല, 2 കൈ കൂടി പൊട്ടിയാലേ ഉണ്ടാവും. ഒരു കൈവെക്കാൻ ലീഡേഴ്സ് റെഡിയാണ്. അപ്പൊ നിങ്ങൾ റെഡിയാണെങ്കിൽ ഒരുമിച്ച് രക്ഷപ്പെടാൻ പറ്റിയ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾ ചെറിയ സമയം കൊണ്ട് കേട്ടത്. നിങ്ങൾക്ക് വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ. താങ്ക് യു വെരി മച്ച്.